ഹലോ, നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ തുടരും എന്ന് പറഞ്ഞ പടമാണ്. ലാൽ സാർ അഭിനയിച്ച പടം വലിയ ഹിറ്റായി. എൻ്റെ വളരെ അടുത്ത സ്നേഹിതൻ രഞ്ജിത്ത് രജപുത്രയാണ് എൻ്റെ പ്രൊഡ്യൂസർ. തരുൺ മൂർത്തി എൻ്റെ ഡയറക്ടറായിട്ടുള്ളു. അപ്പോൾ തരുൺ മൂർത്തി ഈ പ്രൊഡ്യൂസർ അല്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അതിൻ്റെ മേക്കപ്പ് വരാൻ സാധ്യത. തരുൺ മൂർത്തി ഈ സിനിമയുടെ കഥ പറയുമ്പോഴൊക്കെ ഇന്ന കഥാപാത്രങ്ങളുണ്ട്, പുതിയൊരു ആളെയാണ് നോക്കുന്നത് പോലീസ് ഓഫീസർ ജോർജ് സാറിൻ്റെ റോളിലേക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ജോർജ് സാറിനെ മുൻകൂട്ടി പരിചയമില്ലായിരുന്നു. പക്ഷേ കേട്ടിട്ടുണ്ട്. കാരവനിൽ വെച്ചാണ് അന്ന് അദ്ദേഹത്തിന് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ ജോർജ് സാർ ഒരു വില്ലനായ പോലീസുകാരനാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മുദ്രയൊക്കെ ആവശ്യമില്ല. കുറച്ചും കൂടി ഭംഗിയുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. അതിന് അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ നമ്മൾ എയർ കട്ടിങ്ങൊക്കെ ചെയ്യുകയും പരമാവധി അയാൾക്ക് ഫോർഹെഡ് കാണിക്കുക എന്നുള്ളത് ആയിരുന്നു നമ്മുടെ ഒരു ആ ക്യാരക്ടറിൽ വരാനുള്ള നമ്മുടെ ഒരു അന്വേഷണത്തിന് മനസ്സിൽ തോന്നിയൊരു ഐഡിയ. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുഖവും നരയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ചെയ്തു. വളരെ സിമ്പിൾ മേക്കപ്പായിരുന്നു. പക്ഷേ ആ സിമ്പിൾ മേക്കപ്പിൽ തന്നെ അദ്ദേഹം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ആ മേക്കപ്പ് മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോർജ് സാറ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അദ്ദേഹം ഇതിനു മുമ്പ് വലിയ അഭിനേതാവൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു വലിയൊരു ആഡ് ഫിലിം മേക്കറായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ ചിത്രത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റിയത്. അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ, സംസാരത്തിലൂടെ, അല്ലെങ്കിൽ ആക്ഷനിലൂടെ പുറത്തേക്ക് വരേണ്ടത് അവരവരുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. യഥാർത്ഥ ആക്ടറിൻ്റെ ഉള്ളിലാണ് ഈ ആക്ടിങ് നടക്കുന്നത്. അത് അവരറിയാതെ പുറത്തേക്ക് വരുന്നിടത്താണ് യഥാർത്ഥ അഭിനേതാവ് ഉണ്ടാകുന്നത്. ആ തരത്തിൽ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ അത്രയും വലിയ വിജയം കരുത്താകാനായിട്ട് ജോർജ് സാറിന് അല്ലെങ്കിൽ പ്രകാശ് വർമ്മ സാറിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്.